SCERT ബേസിക് സയൻസ് പാഠഭാഗങ്ങളിൽ നിന്നുള്ള മറ്റൊരു ഓഡിയോ ക്ലാസ്സാണ്. ഇന്നത്തെ ഓഡിയോ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ റിഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവും എന്ന ചാപ്റ്ററും പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്ററുമാണ് പറയുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? അൻഡോയിൻ ലാവോസിയ. ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തിയത് അൻഡോയിൻ ലാവോസിയ. ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് ആദ്യമായി കണ്ടെത്തിയത് അൻഡോയിൻ ലാവോസിയ. നൈട്രിക്, സൾഫ്യൂരിക്, ഫോസ്ഫോറിക് ആസിഡുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞൻ ലാവോസിയ. ഓക്സിജനും ഹൈഡ്രജനും ആ പേരുകൾ നൽകിയത് ലാവോസിയ. മാസ് സംരക്ഷണ നിയമം കൊണ്ടുവന്ന ശാസ്ത്രജ്ഞൻ അൻഡോയിൻ ലാവോസിയ. ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് പറയുന്ന നിയമമാണ് മാസ് സംരക്ഷണ നിയമം. അപ്പോൾ അൻഡോയിൻ ലാവോസിയ എന്തൊക്കെയാണ്? ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തി. ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തിയത് ലാവോസിയാണ്. ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് ആദ്യമായി കണ്ടെത്തിയത് ലാവോസിയാണ്. നൈട്രിക്, സൾഫ്യൂരിക്, ഫോസ്ഫോറിക് ആസിഡുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയത് ലാവോസിയാണ്. ഓക്സിജനും ഹൈഡ്രജനും ആ പേരുകൾ നൽകിയതും ലാവോസിയാണ്. മാസ് സംരക്ഷണ നിയമം കൊണ്ടുവന്ന ശാസ്ത്രജ്ഞൻ ലാവോസിയാണ്. എന്താണ് മാസ് സംരക്ഷണ നിയമം? ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് പറയുന്ന നിയമമാണ് മാസ് സംരക്ഷണ നിയമം. ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. വൈദ്യുത വിശ്ലേഷണ നിയമം ആരുടെയാണ്? മൈക്കൽ ഫാരഡെ. വൈദ്യുത വിശ്ലേഷണ നിയമം മൈക്കൽ ഫാരഡെ ആണ്. മാസ് സംരക്ഷണ നിയമം ലാവോസിയ. ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തിയത്, ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു കണ്ടെത്തി. നൈട്രിക്, സൾഫ്യൂരിക്, ഫോസ്ഫോറിക് ആസിഡുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞൻ ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകി മാസ് സംരക്ഷണ നിയമം കൊണ്ടുവന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? അൻഡോയിൻ ലാവോസിയ. ഒരു രാസപ്രവർത്തനത്തിൽ അഭികാരകങ്ങളുടെ ആകെ മാസും ഉൽപ്പന്നങ്ങളുടെ ആകെ മാസും തുല്യമായിരിക്കും എന്ന് പറയുന്ന നിയമം മാസ് സംരക്ഷണ നിയമം. ഒരു രാസപ്രവർത്തനത്തിൽ അഭികാരകങ്ങളുടെ ആകെ മാസും ഉൽപ്പന്നങ്ങളുടെ ആകെ മാസും തുല്യമായിരിക്കും എന്ന് പറയുന്ന നിയമമാണ് മാസ് സംരക്ഷണ നിയമം. മഗ്നീഷ്യം വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന വെളുത്ത പൊടി മഗ്നീഷ്യം ഓക്സൈഡ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റം അറിയപ്പെടുന്നത് നിരോക്സീകാരി. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റമാണ് ഓക്സീകാരി. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനം എന്താണ്? ഓക്സീകരണം. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ഓക്സീകരണ പ്രവർത്തനവും നിരോക്സീകരണ പ്രവർത്തനവും ഒരേ സമയം നടക്കുന്നതിനെ പറയുന്നത് റിഡോക്സ് പ്രവർത്തനം. രാസപ്രവർത്തന വേഗത സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അഭികാരകങ്ങളുടെ സ്വഭാവം, അഭികാരകങ്ങളുടെ ഗാഢത. ഓക്സീകരണ പ്രവർത്തനവും നിരോക്സീകരണ പ്രവർത്തനവും ഒരേ സമയം നടക്കുന്നത് എന്താണ്? റിഡോക്സ് പ്രവർത്തനം. രാസപ്രവർത്തനം നടക്കണമെങ്കിൽ അഭികാരക കണികകൾ പരസ്പരം കൂട്ടിമുട്ടേണ്ടതുണ്ട് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് കൊളിഷൻ സിദ്ധാന്തം. തന്മാത്രകളുടെ എണ്ണം കൂടുന്നതിന് അനുസരിച്ച് രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിക്കുന്നു. ഖരവസ്തുക്കൾ ഉൾപ്പെട്ട രാസപ്രവർത്തനങ്ങളിൽ വേഗത സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് പ്രതല പരപ്പളവ്. ഖരവസ്തുക്കൾ ഉൾപ്പെട്ട രാസപ്രവർത്തനങ്ങളിൽ വേഗത സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് പ്രതല പരപ്പളവ്. പ്രതല പരപ്പളവ് കൂടുന്നതിനാൽ രാസപ്രവർത്തന വേഗത കൂടുന്നു. പ്രതല
പരപ്പളവ് കൂടുന്നതിനാൽ രാസപ്രവർത്തന വേഗത കൂടുന്നു. ഉദാഹരണം, വിറക് ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ വേഗത്തിൽ കത്തുന്നു. വിറക് ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ വേഗത്തിൽ കത്തുന്നു. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്ക് ആവശ്യമായ ഗതികോർജം അറിയപ്പെടുന്നത് ത്രെഷോൾഡ് എനർജി. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്ക് ആവശ്യമായ എനർജി ഏതാണ്? തന്മാത്രകൾക്ക് ആവശ്യമായ ഗതികോർജമാണ് ത്രെഷോൾഡ് എനർജി. സ്വയം വിഘടനം സംഭവിക്കുന്ന ഒരു സംയുക്തത്തിന് ഉദാഹരണമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O. സ്വയം വിഘടനം സംഭവിക്കുന്ന ഒരു സംയുക്തത്തിന് ഉദാഹരണമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗത്തിൽ മാറ്റമുണ്ടാകുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ഉൽപ്രേരകങ്ങൾ. സ്വയം സ്ഥിരമായ മാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗത്തിൽ മാറ്റമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം ഏതാണ്? അമിലേസ്. അമിലേസ് കാണപ്പെടുന്നത് എവിടെയാണ്? ഉമിനീരിലാണ് അമിലേസ് കാണപ്പെടുന്നത്. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് അമിലേസ്. മറക്കാതിരിക്കാൻ, അന്നജം ആ, മാൾട്ടോസ് മാ, അപ്പോൾ അമിലേസ് അമി. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈമാണ് അമിലേസ്. അമിലേസ് കാണപ്പെടുന്നത് എവിടെയാണ്? ഉമിനീരിൽ. രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്ന ഉൽപ്രേരകങ്ങൾ അറിയപ്പെടുന്നത് പോസിറ്റീവ് ഉൽപ്രേരകങ്ങൾ. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൽപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൽപ്രേരകം ഏതാണ്? വനേഡിയം പെൻഡോക്സൈഡ്. അമോണിയയുടെ ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൽപ്രേരകമാണ് ഇരുമ്പ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉൽപ്പാദനത്തിൽ വനേഡിയം പെൻഡോക്സൈഡും അമോണിയയുടെ ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൽപ്രേരകമാണ് ഇരുമ്പ്. രാസപ്രവർത്തനത്തിൻ്റെ വേഗത കുറയ്ക്കുന്ന ഉൽപ്രേരകങ്ങളാണ് നെഗറ്റീവ് ഉൽപ്രേരകം. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗം കുറയ്ക്കാൻ അതിൽ ചേർക്കുന്ന നെഗറ്റീവ് ഉൽപ്രേരകമാണ് ഫോസ്ഫോറിക് ആസിഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗം കുറയ്ക്കാൻ അതിൽ ചേർക്കുന്ന നെഗറ്റീവ് ഉൽപ്രേരകമാണ് ഫോസ്ഫോറിക് ആസിഡ്. ജീവകോശത്തിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീവശാസ്ത്രപരമായ ഉൽപ്രേരകങ്ങളാണ് എൻസൈമുകൾ. മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയത് ഹെൻറി മോസ്ലി. മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയത് ഹെൻറി മോസ്ലിയാണ്. മൂലക വർഗീകരണത്തിനുള്ള സമഗ്രമായ ഉപാധിയാണ് പീരിയോഡിക് ടേബിൾ. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലാവോസിയ. അപ്പോൾ മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ഹെൻറി മോസ്ലിയാണ്. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലാവോസിയ. 1789 ലാവോസിയ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീകരിച്ച മൂലകങ്ങളുടെ എണ്ണം 30. ലാവോസിയുടെ വർഗീകരണത്തിൻ്റെ പരിമിതി എന്തായിരുന്നു? ഉപലോഹങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയാത്തത്. ലാവോസിൻ്റെ വർഗീകരണത്തിൽ അദ്ദേഹത്തിന് ഉപലോഹങ്ങളെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വർഗീകരണത്തിൻ്റെ പരിമിതി. അപ്പോൾ ലാവോസിയ ലോഹങ്ങളുമായി വർഗീകരിച്ച മൂലകങ്ങളുടെ എണ്ണം 30. ഡോബ്രൈനർ എന്ന ശാസ്ത്രജ്ഞൻ സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. ഇവ അറിയപ്പെടുന്നത് ത്രികങ്ങൾ. ത്രികങ്ങളിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകങ്ങളുടെ ആറ്റോമിക മാസിൻ്റെ ഏകദേശ ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ ആറ്റോമിക മാസ്. ഉദാഹരണം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അപ്പോൾ ത്രികങ്ങൾ ആരുടെയായിരുന്നു? ഡോബ്രൈനർ. ഇനി 1866 അഷ്ടക നിയമം എന്ന വർഗീകരണം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് ന്യൂലാൻഡ്സ്. അഷ്ടക നിയമം ന്യൂലാൻഡ്സ്. ത്രികങ്ങൾ ആരാണ്?
ഡോബറൈനർ. തൃകങ്ങൾ, ഡോബറൈനർ, അഷ്ടക നിയമം, ന്യൂലാൻഡ്സ്. മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ എട്ടാമത് വരുന്ന മൂലകം ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തിയ നിയമമാണ് അഷ്ടക നിയമം. മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ എട്ടാമത് വരുന്ന മൂലകം ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തിയ നിയമമാണ് അഷ്ടക നിയമം. ന്യൂലാൻഡ്സിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം 56. അപ്പോൾ ലാവോസിയയുടെ വർഗീകരണത്തിൽ എത്ര മൂലകങ്ങളായിരുന്നു? 30. ന്യൂലാൻഡ്സിൻ്റെ പീരിയോഡിക് ടേബിൾ 56. തൻ്റെ വർഗീകരണത്തിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി താരതമ്യം ചെയ്ത ശാസ്ത്രജ്ഞനാണ് ന്യൂലാൻഡ്സ്. അഷ്ടക നിയമത്തിൻ്റെ പരിമിതി എന്താണ്? ആറ്റോമിക് മാസ് കൂടിയ മൂലകങ്ങൾ ഇവിടെ പാലിക്കപ്പെടുന്നില്ല. ആറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ ഇത് പാലിക്കപ്പെടുന്നില്ല. ആറ്റോമിക മാസ് കൂടിയ 56 കൂടിയ മൂലകങ്ങളിൽ ഇത് പാലിക്കപ്പെടുന്നില്ല. മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിൾ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞനാണ് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ്. ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ്. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലിയേഫ് ആണ്. മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം 63. അപ്പോൾ ആദ്യത്തെ ആൾ ലാവോസിയുടെ വർഗീകരണത്തിൽ 30. ദെൻ ന്യൂലാൻഡ്സിൻ്റെ വർഗീകരണത്തിൽ 56. മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ 63. മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ 63. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന നിയമമാണ് പീരിയോഡിക് നിയമം. സമാന സ്വഭാവമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്ന മൂലകത്തെ വർഗീകരിച്ചിരുന്നത് മെൻഡലിയേഫാണ്. കണ്ടെത്താനുള്ള ഏതോ മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും അവയ്ക്ക് വേണ്ടി പീരിയോഡിക് ടേബിൾ സ്ഥാനം ഒഴിച്ചിടുകയും ചെയ്ത ശാസ്ത്രജ്ഞനാണ് മെൻഡലിയേഫ്. മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ പരിമിതികൾ എന്തെല്ലാമായിരുന്നു? ഹൈഡ്രജൻ കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മുതലായ ലോഹങ്ങളോടൊപ്പം അലോഹങ്ങളായ ഹൈഡ്രജന് സ്ഥാനം നൽകി. ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ മൂലക ലോഹങ്ങളോടൊപ്പം കോപ്പർ, സിൽവർ തുടങ്ങിയ കാഠിന്യമേറിയ ലോഹങ്ങൾ ഉൾപ്പെടുത്തി. പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് ഗ്രൂപ്പുകൾ. പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് പീരീഡുകൾ. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക് നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പീരിയോഡിക് നിയമം പരിഷ്കരിച്ചത് മോസ്ലിയാണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പീരിയോഡിക് നിയമം പരിഷ്കരിച്ചത് മോസ്ലി തൻ്റെ ഏത് പരീക്ഷണത്തിലൂടെയാണ് മൂലകങ്ങൾക്ക് ആറ്റോമിക നമ്പർ നൽകിയത്? എക്സ്റേ ഡിഫ്രാക്ഷൻ. ഏതാണ്? എക്സ്റേ ഡിഫ്രാക്ഷൻ. ആധുനിക പീരിയോഡിക് ടേബിളിലെ പീരിയഡുകളുടെ എണ്ണം 7. ആധുനിക പീരിയോഡിക് ടേബിളിലെ ചെറിയ പീരീഡാണ് 8th ഡിഗ്രി. മൂന്നാം പീരിയോഡിക് ടേബിളിലുള്ള മൂലകങ്ങളുടെ എണ്ണം 8. ആധുനിക പീരിയോഡിക് ടേബിളിൽ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. രണ്ടാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. ഒന്നാം ഗ്രൂപ്പ് മൂലകം അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ. ഒന്നാം ഗ്രൂപ്പ് മൂലകമാണ് ആൽക്കലി ലോഹങ്ങൾ. രണ്ടാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3-12 സംക്രമണ മൂലകങ്ങൾ. 13ാം ഗ്രൂപ്പ് ബോറോൺ ഗ്രൂപ്പ്. 14 കാർബൺ, 15 നൈട്രജൻ, 16 ഓക്സിജൻ, 17 ഹാലജനുകൾ, 18 ഉത്കൃഷ്ടവാതകങ്ങൾ. 18ആണ് ഉത്കൃഷ്ടവാതകങ്ങൾ. പീരിയോഡിക് ടേബിളിലെ 1-2 ഗ്രൂപ്പുകളിലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങൾ അറിയപ്പെടുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ.
പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ. ഉത്കൃഷ്ടവാതകങ്ങളാണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റഡോൺ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റഡോൺ. സാധാരണയായി മറ്റുള്ള മൂലകങ്ങളുമായി സംയോജിക്കാത്തതിനാൽ ഉത്കൃഷ്ടവാതകങ്ങൾ അറിയപ്പെടുന്നത് അലസവാതകങ്ങൾ. ഉത്കൃഷ്ടവാതകങ്ങളുടെ മറ്റൊരു പേരാണ് അലസവാതകങ്ങൾ. വളരെ കുറഞ്ഞ അളവിൽ മാത്രം കണ്ടുവരുന്നതിനാൽ ഉത്കൃഷ്ടവാതകങ്ങൾ അറിയപ്പെടുന്നത് അപൂർവവാതകങ്ങൾ. ഉത്കൃഷ്ടവാതകങ്ങൾ അറിയപ്പെടുന്നത് അപൂർവവാതകങ്ങൾ. കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം. ഹീലിയം കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കാനുള്ള കാരണം സാന്ദ്രത വളരെ കുറവായതിനാൽ ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് നിയോൺ. വൈദ്യുത ബൾബുകളിലെ ഫിലമെൻ്റ് ബാഷ്പീകരിക്കാനായി അവയിൽ നിറയ്ക്കുന്ന വാതകമാണ് ആർഗൺ. റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് റഡോൺ. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകമാണ് റഡോൺ. പീരിയോഡിക് ടേബിൾ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാകുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങൾ ലോഹങ്ങളാണ്. പീരിയോഡിക് ടേബിളിൻ്റെ 6ാം പീരിയഡിൽ 57 മുതൽ 71 വരെ ആറ്റോമിക നമ്പറുള്ള മൂലകങ്ങളാണ് ലാന്തനോയിഡ്. 77ാം പീരിയഡിൽ 89 മുതൽ 103 വരെ അധ്യായങ്ങൾ നമ്പറിലുള്ള മൂലകങ്ങളാണ് ആക്ടിനോയിഡ്. ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും ചേർന്ന് പറയുന്നത് സംക്രമണ മൂലകങ്ങൾ. റെയർ എർത്ത് എന്നറിയപ്പെടുന്ന മൂലകങ്ങളാണ് ലാന്തനോയിഡ്സ്. പീരിയോഡിക് ടേബിളിൽ യുറേനിയത്തിന് ശേഷം വരുന്ന മൂലകങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. റെയർ എർത്ത് എന്താണ്? ലാന്തനോയിഡ്. പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മൂലകങ്ങളിൽ നിന്ന് താഴേട്ട് പോകുന്തോറും സെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നു. ചാർജുള്ള ആറ്റങ്ങളെ വിളിക്കുന്നത് അയോണുകൾ. വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജമാണ് അയോണീകരണ ഊർജ്ജം. ഒരു പിരീഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകുമ്പോൾ ലോഹ സ്വഭാവത്തിന് സംഭവിക്കുന്നത് ലോഹ സ്വഭാവം കുറയുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ സ്വഭാവത്തിന് സംഭവിക്കുന്നത് ലോഹ സ്വഭാവം കൂടുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അലോഹ സ്വഭാവത്തിന് സംഭവിക്കുന്നത് അലോഹ സ്വഭാവം കുറയുന്നു. പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും അലോഹ സ്വഭാവത്തിന് സംഭവിക്കുന്നത് അലോഹ സ്വഭാവം കൂടുന്നു. ഇലക്ട്രോണുകൾ വീട്ടുമുറ്റത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ ലോഹങ്ങളെ വിളിക്കുന്നത് ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ. രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ അലോഹങ്ങൾ അറിയപ്പെടുന്നത് ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങൾ. ബ്രിട്ടീഷ് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി സംഭവിക്കുന്നത് കുറയുന്നു. പീരിയോഡിക് ടേബിൾ ഇടത്തു നിന്നും വലത്തോട്ട് പോകുമ്പോൾ ഇലക്ട്രോണിക് സിറ്റിക് സംഭവിക്കുന്നത് പീരിയോഡിക് ടേബിളിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഇലക്ട്രോണിക് നെഗറ്റിവിറ്റി കൂടുന്നു. പീരിയോഡിക് ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റീവ് സംഭവിക്കുന്നത് കുറയുന്നു. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ. ഉപലോഹങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? സിലിക്കൺ, ജർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം. സിലിക്കൺ, ജർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെറൂലിയം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ പാഠഭാഗങ്ങളിൽ നിന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു.